ഇന്ന് നമുക്ക് നല്ലൊരു കാഷ്യൂ ക്യാരറ്റ് പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ പുലാവ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇതില്ലെങ്കിലും പുലാവിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. പ്രഷർ കുക്കറിലാണ് നമ്മളിന്ന് ഈ പുലാവ് തയ്യാറാക്കുന്നത്. പ്രഷർ കുക്കർ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കനം കുറച്ചരിഞ്ഞ ഒരു ചെറിയ സവാള ചേർത്തൊന്ന് വറുത്തെടുക്കാം. സവാള ഇപ്പോൾ വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സെയിം പ്രഷർ കുക്കറിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, 1 ടീസ്പൂൺ ചെറുജീരകം, 5 ഗ്രാമ്പൂ, 3 ഏലക്ക ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. സവാള മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടെ ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഇതൊരു 2.5 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇത്. കുതിർക്കാൻ വെച്ച വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരി ചേർത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പ്രഷർ കുക്കറിൻ്റെ അരികിൽ പറ്റിയിരിക്കുന്നതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ച് 1 വിസിലിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ആവി പോകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആവി മുഴുവൻ പോയതിന് ശേഷം പ്രഷർ കുക്കർ തുറക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് നമ്മുടെ പുലാവ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.